അങ്ങനെ കാട്ടാളൻ സിനിമ കണ്ടു. കുറേ ബഡ്ജറ്റ് ഇട്ട് പുഴുങ്ങിക്കഴിഞ്ഞാൽ ഒരു നല്ല സിനിമയാവത്തില്ല. ഇതിപ്പോൾ എവിടെ നിന്നൊക്കെയോ കുറേ ക്യാമിയോ ടീംസിനെ കൊണ്ടുവരുന്നു, ടെക്നീഷ്യന്മാരെ കൊണ്ടുവരുന്നു, നമുക്കൊരു ആനയെ കൊണ്ടുവരാം, അങ്ങനെ ആനയെ കൊണ്ടുവരുന്നു, കാട്ടിൽ പോയിട്ട് ഫൈറ്റ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ കാട്ടിൽ പോകുന്നു, കുറേ ബോംബ് പൊട്ടിക്കുന്നു, മിഷ്യൻ കൊണ്ട് കൊണ്ടുവരുന്നു, ഗണ്ണ് കൊണ്ടുവരുന്നു, അടി ഇടി ബഹളം, മരുഭൂമി, കടൽ, എല്ലായിടത്തും ലൊക്കേഷനും ഉണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി മറന്നുപോയി. അല്ലെങ്കിൽ തന്നെ എന്ത് സ്ക്രിപ്റ്റ്, മാർക്കോ യൂണിവേഴ്സ് അല്ലേ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറേ അടി ഇടി ബഹളവും കുറേ മ്യൂസിക്കും വെച്ച് കുറേ ആക്ഷനും വെച്ചിട്ട് ഒരു പേപ്പറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് വടവായിക്കോളും എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഈ പരിപാടിക്ക് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കോ യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോഴ്സ്ഫുള്ളി, അതായത് ഒരു ബന്ധവും ഇല്ലാത്ത രണ്ട് സിനിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് അടപടലായിപ്പോത്തേ ഉള്ളൂ. പടം ആ പടം 2 മണിക്കൂറേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പടം തിയേറ്ററിൽ കണ്ടിട്ട് എനിക്ക് 2 മണിക്കൂർ തന്നെ എന്ത് ലാഗായിരുന്നു. ഒന്നാമത്തെ കാര്യം, പടത്തിന് കുറേ ഫൈറ്റാണ്. ഓക്കെ, ഈ ഫൈറ്റ് ഇങ്ങനെ വന്ന് നമുക്ക് ഫൈറ്റ് ബോറടിക്കാൻ വേണ്ടി തുടങ്ങി. കാരണം ഒരു ഫൈറ്റ് ചെയ്യാനായിട്ട് റീസൺ വേണ്ടേ? ഈ ബഡ്ജറ്റ് കൂടുതൽ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങ് ഫൈറ്റ്. അത് ഒരു ഫൈറ്റ് തീരുമ്പോഴത്തേക്കും തന്നെ, ഒരു ഫൈറ്റ് തീർന്ന് നായകനൊന്ന് ഒന്ന് റിലാക്സ് ആകുമ്പോഴത്തേക്കും ദാണ്ട മിഷ്യൻ കണ്ട് വെടിവെപ്പും പുകയായിട്ട് നമ്മളെ കിളിച്ചിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ ഒരു പട ഇങ്ങ് വരുന്നുണ്ട്. ആ പടയെ ഒതുക്കുമ്പോഴത്തേക്കും അപ്പുറത്തുനിന്ന് വേറെ പടം വരും. അതായത് ഇവിടെ പെപ്പയുടെ മറ്റേ ആന്റണി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒന്ന് ശ്വാസം വിടാനായിട്ടുള്ള സമയമെങ്കിലും കൊടുക്കണ്ടേ? ഇതെന്തോന്ന് ഇത് 2 മണിക്കൂർ ഫൈറ്റാ? ഇത് നമ്മൾ മറ്റേ ഈ പഴയ റെസ്ലിംഗ് കാണുന്ന പോലെ ആയിപ്പോലെ, സ്മാക്ക് ഡൗൺ റോ ഒക്കെ കാണുന്ന പോലെ ചുമ്മാ ഇങ്ങനെ അരകെ ഫൈറ്റ് ചെയ്യുന്നു, കഥ ഒന്നും ഇല്ലതാനും. നമ്മളായിട്ട് ഒരു കണക്ഷൻ വേണ്ടേ ഒരു സിനിമ കാണുമ്പോഴത്തേക്കും? എന്തോ ഈ സംഭവം, ഒരു കാട്, ഈ കാട്ടിലെ കുറേ ഒരു കാർട്ട്, അതിനകത്ത് കുറേ മറ്റേ ഒരു കസേരയിട്ട് കുറേ ആൾക്കാർ അവിടെ ഇവിടെ ഇരിക്കുന്നു. ഈ കസേര, ഈ മാർക്കോ യൂണിവേഴ്സും കസേരയായിട്ട് എന്തൊക്കെയോ വലിയ ബന്ധമുണ്ട്. ഓക്കെ, മാർക്കോ എന്ന് പറയുന്ന സാധനം ഒരു ബെഞ്ച് മാർക്കാണ് മലയാളത്തിൻ്റെ. അതൊരു കിടിലൻ സാധനമായിരുന്നു. അത് ഉണ്ണി ചെയ്തു വെച്ചേക്കുന്ന ഒരു പരിപാടിയും, അല്ലെങ്കിൽ ഹനീഫ് അദേനി അതിനെ ട്രീറ്റ് ചെയ്തൊരു രീതി എന്നൊക്കെ പറയുന്നത് പക്ക ഡിഫറൻ്റ് ആണ്. അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാട്ടാളനിലേക്ക് വരുമ്പോഴത്തേക്കും എന്തോന്നിത്, ഇത് കാട്ടാളൻ എന്ന് പറഞ്ഞൊരു വേട്ടാവളിനെ പോലെ ഇരിക്കുന്നു. ഒരു രീതിയിലും നമുക്ക് ഒരു കണക്ഷനും നമുക്ക് വരുന്നില്ല പടത്തിന്. കുറേ ഫൈറ്റ്, രവി ബസൂർ മാത്രം പണിയെടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പുള്ളിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം 2 മണിക്കൂർ പുള്ളി ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കുക. ഒരു പോർഷനിൽ പോലും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ഇല്ലാത്ത ഒരു സ്ഥലമില്ല പടത്തിൽ. ഫുൾ ടൈം ബി ജി എം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. കാരണം ബി ജി എം ഇട്ടിട്ടാണ് പടം ഓടിക്കണത് തന്നെ. അല്ലാണ്ട് പടത്തിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടോ? പെപ്പയുടെ കാര്യം, എനിക്ക് പെപ്പ ഫൈറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. നല്ലൊരു പഞ്ച് ഫൈറ്റ് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഇവിടെ പെപ്പ എന്തൊക്കെയോ പണിയെടുക്കുന്നില്ല. പക്ഷെ നമ്മളിലേക്ക് എത്തുമ്പോഴത്തേക്കും ആകപ്പാട് ഇൻ്റർവെല്ലിൽ കഴിയുമ്പോഴത്തേക്കും പെപ്പയുടെ ഒരു പഞ്ചുണ്ട്. ആ ഒരു പഞ്ചും പിന്നെ ഒരു ബോട്ട് ഫൈറ്റും അല്ലാണ്ട് എനിക്ക് വാങ്ങിയല്ല ഒരുമാതിരി എന്തൊക്കെയോ ചെയ്യുന്നത്. ക്ലൈമാക്സിലെ ഫൈറ്റ് ആണെങ്കിൽ തന്നെയും പടം ഓൾറെഡി നിർവികാരിത പടമായി പോയി. പിന്നെ നമ്മൾ ക്ലൈമാക്സിൽ എന്തോ ഒന്ന് ഫൈറ്റ് കാണാൻ വേണ്ടി പിന്നെ നമുക്കൊരു ഇതങ്ങ് തീർന്നു കിട്ടിയാൽ മതി. ഞാനാണെങ്കിൽ ഇടയ്ക്ക് ബുക്ക് മൈ ഷോയിൽ പടത്തിൻ്റെ ലെങ്ത് നോക്കുമ്പോൾ 2 മണിക്കൂർ. അപ്പോൾ 9 മണിക്കാണ് ഷോ തുടങ്ങിയത്. അവർ 11 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കി പടം ഇപ്പോൾ തീരും. ഓക്കെ, കാരണം അങ്ങനത്തെ മൈൻഡായി പോയി. എന്തോ ഈ കാണിക്കുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ ഹൈപ്പിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫെയിം ആയിട്ടിരിക്കുന്ന ഹനാൻ ഷേ പോലുള്ള ആൾക്കാരെ കൊണ്ടുവരിക. പുള്ളി കുറേ വെടിവെക്കുന്നുണ്ട്, കുറേ തീയും പുകയും പോകുന്നുണ്ട്, ബോംബ് കൂട്ടുന്നുണ്ട്. പുള്ളിക്ക് അയ്യോ എൻ്റെ അമ്മച്ചി എന്നൊരു ഡയലോഗെങ്കിലും പുള്ളി കൊടുക്കാമല്ലോ. ഇതെന്താണ് ഇത്? പുള്ളി ഇങ്ങനെ വന്ന് നിൽക്കും. കഴിഞ്ഞു, പുള്ളിയുടെ റോള് കഴിഞ്ഞു. ഒന്നും ചെയ്യാനില്ലാത്തൊരു റോള്. എന്തിനാണ് ഇങ്ങനെയൊക്കെ കൊണ്ട് ആൾക്കാരെ ചെയ്യിപ്പിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ പോരെ. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനത്തെ ഈ സോഷ്യൽ മീഡിയ അത്യാവശ്യം ഫെയിം ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ വിളിച്ച് വരുത്തിയിട്ട് ചെയ്യിപ്പിച്ചിട്ട് എന്ത് കാര്യത്തിന്? അവരെ സത്യം പറഞ്ഞാൽ വിളിച്ച് വരുത്തി കളിയാക്കുന്നതിൻ്റെ തുല്യമായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത്. ഇമാതിരി പരിപാടിയൊന്നും ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. നമുക്കൊരു റോളിന് വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് പറ്റുന്നില്ലെങ്കിൽ ഹനാൻഷല്ല ആരാണെങ്കിലും നോ പറയണമെന്നേ. എന്തിനാണ് വെറുതെ പോയി തലവെച്ച് കൊടുക്കുന്നത്? ഇനി കസേര, ഇത് കസേര യൂണിവേഴ്സാണെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിലിനൊരു കസേരയുണ്ട്. ആ കസേര പൊക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുക സുനിലിൻ്റെ കഥാപാത്രം മാരി. എന്തുവാടെ ഇത്? എവിടെ പുള്ളി ഡാൻസ് കളിക്കുമ്പോൾ ആ കസേര ഡാൻസ് കളിക്കുള്ളൂ. പുള്ളി ആൾക്കാരെ കൊല്ലുമ്പോൾ ആ കസേര ഇരിക്കും. പുള്ളി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ കസേര, ഈ ഒരു കസേര മുക്കി പിടിച്ചിട്ട് ഇങ്ങനെ നടപ്പാണ്. ആ കസേരയ്ക്ക് വേണ്ടിയിട്ടാണ് മൊത്തം അടി. എൻ്റെ അമ്മോ, ആ കസേരയും ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങ് വല്ലാണ്ടാവും. പിന്നെ എന്താണിത്, കഥ എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ വേണ്ട ഒരു പടമാകുമ്പോഴത്തേക്കും നമുക്ക് ഏതെങ്കിലും രീതിയിൽ, അതായത് നമ്മൾ പടം കാണാൻ നമ്മളുമായിട്ട് അത് കാര്യം കഥയില്ല പടത്തിന്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനം എഴുതുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് കൂടിയില്ല. സ്ക്രിപ്റ്റ് ഒന്നും വേണ്ട, അപ്പം നമുക്കങ്ങ് പടം എടുത്തേക്കാം. ആദ്യം ആനയെ കൊണ്ടുപോകാൻ നിങ്ങൾ
ഇതാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. അതാ, ആനയെ കൊണ്ടുവന്ന് കാട്ടിക്കൂടെ ഓടിക്കുക, എന്നിട്ട് നമുക്ക് കൊമ്പെടുത്ത് വിൽക്കാം. ഈ നമ്മൾ ട്രെയിലറിൽ കണ്ടൊരു സാധനം അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തരി പോലും ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്തൊരു സാധനം. പിന്നെ വില്ലന്മാർ, എന്ത് കോമഡി പീസ് വില്ലന്മാരാണിത്. ഇവന്മാർക്ക് എന്താണ് പണി? എന്താണ് ഇവന്മാർക്ക് എന്താണ് ഈ ഒരു ആനക്കൊമ്പിന്റെ പുറത്ത് ഇത്ര ആൾക്കാർ? ഇത്ര ആനക്കൊമ്പ് എവിടെ? ഒരു കാടാകുമ്പോഴത്തേക്കും കാട്ടിൽ ഇത്ര ആന ഉണ്ടാടാ. നമ്മൾ ഒരു സീനകത്ത് നോക്കുമ്പോൾ ഒരു മുറി മൊത്തം ആനക്കൊമ്പാ. ഞാൻ വിചാരിച്ചു ഇത്ര ഒരു ആനക്ക് എന്താ 8 കൊമ്പാ 10 കൊമ്പാ? അവിടെ 2 കൊമ്പല്ലേ ഉള്ളൂ. ഒരു കാട്ടിന് ഇത്ര ആനയെ കൊമ്പിടുക എന്നൊക്കെ പറയുന്നത് ചെയ്യുന്നേ. അപ്പൊ ലോജിക്ക് പോട്ടെ എന്ന് വെക്കാം. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും, ഫസ്റ്റ് ഹാഫ് നമുക്ക് മനസ്സിലായി പടത്തിൽ ഇതൊക്കെ തന്നെ, ഇനി പടത്തിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടാവും, ഒരു കണക്ഷൻ വരും, എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ദേ കിടക്കണം വീണ്ടും അത് തന്നെ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആ സെയിം സാധനം തന്നെ വീണ്ടും സെക്കൻഡ് ഹാഫിൽ കുറെ ഫൈറ്റ് കുത്തിക്കിട്ടിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കുക. അതിനിടയ്ക്ക് രവി ബസൂർ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്നിങ്ങനെ കത്തിക്കും. ഒരു ക്രിഞ്ച് എന്ന് വെച്ചാൽ വില്ലന്റെ ഒരു അജാനബാഹു അനിയനുണ്ട്, അവനിപ്പോൾ അയാൻ ഗെയിമിലൊക്കെ ഉണ്ട്. പുള്ളി നല്ല ആർട്ടിസ്റ്റാണ്. പുള്ളിയുടെ ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കും പുള്ളിയെ കാണുമ്പോൾ തന്നെ ഒരു പഞ്ചൊക്കെ തോന്നും. പുള്ളിയെ ഞാൻ പറയുന്നില്ല, ഒരു ഡയലോഗ് ഉണ്ട് ആ സമയത്ത്, വില്ലൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. മറ്റേ ഇങ്ങനെ ഒരാൾ മരിച്ചു കിടക്കുമ്പോഴത്തേക്ക് മെയിൻ വില്ലൻ വന്നിട്ട് ഒന്ന് ആ ബോഡി നോക്കിയിട്ട് മോർച്ചറിലേക്ക് ബോഡി എടുത്ത് വെച്ചു. സംഭവം കഴിഞ്ഞ്. ഇതെന്താടെ ഇത്? പിന്നെ പെപ്പയുടെ ഡയലോഗ്, പെപ്പ എന്താ വല്ല ഈ പുരാണ നാടകത്തിലെ ഡയലോഗാണ് പുള്ളിക്ക് എഴുതി കൊടുത്തേ. ഫസ്റ്റ് ഹാഫിലും പുള്ളിക്കുള്ള ഡയലോഗ് 5-10 ഡയലോഗേ ഉള്ളൂ. ഈ 5-10 ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇതേപോലെ തന്നെ പുള്ളി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും, എന്നിട്ട് ഡയലോഗ് പറയും. അത് ആ ഡയലോഗ് കേൾക്കുമ്പോഴത്തേക്കും ഇത് കൈയടിക്കാൻ വേണ്ടി എഴുതിയ ഡയലോഗ് ആണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കേട്ടിട്ട് ഒരുമാതിരി അമ്പലപ്പറമ്പിലെ ബാലെ ഫീലാണ് എനിക്ക് കിട്ടിയത്. അതൊരു പെപ്പേനെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെപ്പയുടെ ആ ഒരു പഞ്ചും ആ ഒരു ഫൈറ്റ് പരിപാടിയൊക്കെ പുള്ളി ഫൈറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പണിയെടുത്തിട്ടുണ്ട്, കുറച്ച് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഇമ്പാക്റ്റും ഇല്ല. ഡയലോഗൊക്കെ കൊണ്ട് കൂറ ഡയലോഗൊക്കെ എഴുതി വെച്ചിട്ട് എന്തോന്നിത്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഒരു പടത്തിൽ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പിള്ളേരെ വെച്ചിട്ടുള്ള കുറേ പരിപാടി ചെയ്യുക, അല്ലെങ്കിൽ കുറേ ആക്സിഡൻറ്റ് ഉണ്ടാക്കുക, പാവങ്ങളെ കൊന്നുകളയുക, ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് നമുക്ക് കണ്ട് മടുത്ത സാധനമാണ് ഒന്നാമത്തെ കാര്യം. ഈ കാട്ടി കൊണ്ടുവന്ന് കുറേ ആൾക്കാരിട്ട് മറ്റേ ഒരു KGF മിനി വേർഷനാണ്. അവിടെ പണ്ട് സ്വർണ്ണം എടുക്കാൻ വേണ്ടി ആൾക്കാർ അവിടെ കൊണ്ടുവന്ന് മറ്റേ തേജോവധം ചെയ്തെങ്കിൽ ഇവിടെ കാട്ടി കൊണ്ടുവന്ന് ആനക്കൊമ്പ് എടുക്കാൻ വേണ്ടി കുറേ ആൾക്കാരിട്ട് ഇട്ടിങ്ങനെ കൊല്ല ചെയ്യുക. കഥയൊക്കെ ഒന്ന് തന്നെ, വ്യത്യാസമൊന്നുമില്ല. KGF സെയിം കഥ തന്നെ എടുത്തിട്ട് മറ്റേ ഇവിടെ ആനക്കൊമ്പും കാടും ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനകത്തൊരു കണക്ഷൻ വേണ്ടേ, നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് തോന്നണ്ടേ? എനിക്ക് സെക്കൻഡ് ഹാഫിൽ നായികക്ക് വെടി കൊള്ളുന്നുണ്ടോ, ഒരു തുള്ളി ചോര തെറിക്കാല്ലാടി. ഒരു മനുഷ്യന്റെ ശരീരമല്ലേ, അതിൽ നിന്ന് കുറച്ച് ചോര വരണ്ടേ? ഇത് എന്തോന്ന് സാധനം ഇത്? ഞാൻ പറഞ്ഞല്ലോ, ആപ്പാട് എനിക്ക് ഈ പടത്തിൽ ഇഷ്ടപ്പെട്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് രവി ബസൂറിൻ്റെ മ്യൂസിക്കാണ്. വേറെ ഒന്നും എനിക്ക് വർക്കായിട്ടില്ല. പിന്നെ മാർക്കോ യൂണിവേഴ്സ്, രണ്ടും 2 പടമല്ലേ, എന്തിനാണ് വെറുതെ കുത്തിക്കയറ്റി ഒന്നാക്കാൻ നോക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. എൻ ക്രെഡിറ്റ് സീൻ 3 ക്രെഡിറ്റ് സീൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യത്തിന് എന്ത് ക്യാമിയോ? ഞാനിരുന്ന തിയേറ്ററിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഒരു കയ്യടി പടത്തിൽ വീണില്ല. എനിക്കറിയാൻ എന്താ സംഭവം എന്നുള്ളത്. അതായത് ആൾക്കാർക്ക് നമുക്ക് മടുക്കുക പടം കണ്ടിട്ട്. ഒരു ആക്ഷൻ ത്രില്ലർ പടം കണ്ടിട്ട് നമുക്ക് മടുപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. പിന്നെ മറ്റേ നമുക്ക് ഇപ്പം ഞാൻ ഈ റിവ്യൂ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സിനിമയെ നശിപ്പിക്കുന്നേ അല്ലെങ്കിൽ സിനിമയെ കുളവാക്കുന്നേ കണ്ടു നോക്കിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് ഒട്ടും വർക്കാത്തൊരു സിനിമ, എനിക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിപ്പോയാൽ മതിയായിരുന്നു തോന്നിപ്പോയ ഒരു അടപടലം മൂവിയായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. ഒരു രീതിയിലും എനിക്ക് വർക്കായിട്ടില്ല. എനിക്ക് പേഴ്സണലി മാർക്കോ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് അതേ പ്രൊഡക്ഷൻ ടീമിൻ്റെ ഇങ്ങനൊരു പടം വരുമ്പോഴത്തേക്കും എനിക്ക് തീരെ വർക്കല്ല പടം. പേഴ്സണലി എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് എന്തായാലും പടം പോയി തിയേറ്ററിൽ പോയി കാണാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാം.